ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു DVM പെറ്റ് കമ്പനി. എനിക്ക് മനസ്സിന് അസ്വസ്ഥ ഉണ്ടായ ഒരു കാര്യം പങ്കുവെക്കാമെന്ന് കരുതി. കഴിഞ്ഞ തവണ കൊട്ടാരക്കരയിൽ നിന്ന് ഫുൾ ബോഡി പാരലൈസ് ആയ ഒരു വാഹനാപകടത്തിൽ കിട്ടിയ ഒരു നായയും കൊണ്ട് ഞാൻ കൊല്ലം ഡിസ്ട്രിക്ട് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിരുന്നു. അവിടുത്തെ സീനിയർ സർജൻ സുനു എന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് ഇവന് ഹിപ്പ് ജോയിന്റ്, നീ ജോയിന്റ് ഫ്രാക്ചർ ഉണ്ട്, സർജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, കൈമുട്ടിന് പ്ലാസ്റ്റർ ഇട്ട് തരാമെന്ന് പറഞ്ഞു. അവിടെ ഇന്റേൺഷിപ്പിന് വന്നൊരു ലേഡി ഡോക്ടറിനോടായിരുന്നു പറഞ്ഞിരുന്നത് പ്ലാസ്റ്റർ ഇടാനായിട്ട്. ഇന്റേൺഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷം ഈ വെറ്റിനറി പഠിച്ചിട്ട് 1 വർഷത്തേക്ക് ക്ലിനിക്കൽ എക്സ്പീരിയൻസിന് വേണ്ടി വരുന്ന ഒരു പ്രാക്ടീസാണ്. മണ്ണൂത്തി പൂക്കോട് എന്ന കോളേജിൽ നിന്നാണ് ഇവർ വരുന്നത്. ഈ ലേഡി ഡോക്ടർ പ്ലാസ്റ്റർ ഇട്ടത് വളരെ ഇങ്ങനെ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തൊട്ട് നോക്കിയപ്പോൾ വളരെ പഴം ഞെങ്ങുന്ന പോലെ ഞെങ്ങുന്നത്, ശരിയായില്ല ഇട്ടത്. അപ്പം ഞാൻ ഡോക്ടറിനോട് പറഞ്ഞു, ഡോക്ടർ ഇത് ഒന്നും കൂടി റീബാൻഡ് ചെയ്താലോ എന്ന്. അപ്പം അത് വെയിലത്ത് വെച്ചാൽ മതി, ഉണങ്ങിക്കോളൂ എന്ന് പറഞ്ഞ്. പിന്നെ പറഞ്ഞ് ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, സ്ഥിരമായിട്ട് കാണുന്നേ, അത് 10 മിനിറ്റ് കൊണ്ട് ഉണങ്ങുന്ന പ്ലാസ്റ്റർ പാരീസ് അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് എങ്കിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് കൊണ്ടിട്ടോളാൻ പറഞ്ഞ്. ഈ ഒരു ഡയലോഗ് എനിക്ക് തീരെ പിടിച്ചില്ല. ഞാൻ അവരുടെ സംസാരത്തിനെ ചോദ്യം ചെയ്തു. അവിടെ ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ടാക്കി ഞാൻ. അങ്ങനെ സീനിയർ ഡോക്ടർ വന്നു, സുനു എന്ന് പറഞ്ഞ ഡോക്ടർ വന്നിട്ട് ആ കൊച്ചിനെ കൊണ്ട് വീണ്ടും അത് റീബാൻഡ് ചെയ്യിപ്പിച്ചു. അത് ശരിയായില്ല. വീണ്ടും ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് ഇളകി പോവുകയൊക്കെ ചെയ്ത്. ചിലപ്പോൾ ഈ പ്ലാസ്റ്റർ പാരീസിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയി എങ്കിൽ പോലും പല തെറ്റുകൾ ചെയ്തായിരിക്കും നമ്മളത് ശരിയാക്കി കറക്റ്റ് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനെ, ആരും പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷേ ഈ ലേഡി ഡോക്ടർ സംസാരിച്ച രീതി ഒട്ടും ശരിയല്ലായിരുന്നു. ഒരു പെറ്റിനെ കൊണ്ടുവരുന്ന, നമ്മളൊക്കെ വളരെ നിസ്സഹായമായിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ്. അപ്പം അവരോട് വേണ്ട വിധത്തിൽ സംസാരിക്കണം, അവരുടെ സംശയങ്ങളൊക്കെ തീർത്തു തരേണ്ടതൊക്കെ അവരുടെ ചുമതലകളാണ്. അതിന് ഇങ്ങനെ അല്ല മറുപടി കൊടുക്കേണ്ടത്. ഇതൊക്കെ ഇവരെ വളർത്തിയിരുന്ന പേരൻസിന്റെ കുഴപ്പം. ഇതൊക്കെ കൊച്ചിലെ തന്നെ സമൂഹത്തെ എങ്ങനെ സംസാരിക്കണം എന്നുള്ള രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. എന്നിട്ട് വേണം ഇവരെയൊക്കെ ഗ്രാജുവേഷനിലേക്ക് പഠിപ്പിക്കാൻ വിടാനായിട്ട്. എത്രയോ നല്ല നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, നല്ലവണ്ണം സംസാരിക്കുന്നത്. MBBS ഡോക്ടർ, എത്ര വെറ്റിനറി ഡോക്ടേഴ്സൊക്കെ, അവരൊക്കെ സംസാരിക്കുന്നത് എന്ത് നമുക്ക് ആശ്വാസം നൽകുമെന്നറിയാം. നമ്മളിപ്പോൾ ഒരു രോഗിയായിട്ടൊക്കെ വരുവാണെങ്കിൽ വളരെ ഒരു കോൺഫിഡന്റ് നമ്മുടെ മനസ്സിൽ നൽകും അവരുടെ സംസാരം കൊണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നിങ്ങൾ സംസാരിച്ച് ശീലിക്കുക. ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള സംസാരം. എനിക്കറിയാൻ വയ്യ ഈ പിള്ളേരൊക്കെ എന്തിനാണ് ഇതിങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന്. വളരെ മോശം, വളരെ ബുദ്ധിമുട്ട്, എനിക്ക് അസ്വസ്ഥത എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇതിങ്ങനെ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നത്. നിങ്ങളൊക്കെ ഡോക്ടർ ആയിട്ട് പോലും ആയി കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണെന്ന് എനിക്ക് വിചാരിക്കാൻ പോലും പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ പറ്റുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക.